ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാലകളിലൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ വലിയ മൃഗശാലകളിലൊന്നും കൂടിയാണ്. ഇതിന്റെ പേര് അണ്ണ സുവോളജിക്കൽ പാർക്ക്. ഇത് ചെന്നൈയിലെ വണ്ടലൂർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ചെന്നൈ സെന്ററിൽ നിന്ന് ഒരു 32 കിലോമീറ്റർ ദൂരമുണ്ട്. രാവിലെ 9 തുടങ്ങി 5 വരെയാണ് ഇവിടുത്തെ സമയം. ചൊവ്വാഴ്ച ദിവസം അവധിയാണ്. വലിയൊരു റിസർവ് ഫോറസ്റ്റിന്റെ അകത്താണ് ഈ സൂ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ദൂരം ഇതിന്റെ അകത്തൂടെ നടക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈക്കിൾ ഇവിടെ റെന്റിന് എടുക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടികളുണ്ട്. ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് പോയത് കൊണ്ട് ഞങ്ങൾ ഇലക്ട്രിക് വണ്ടിയിലാണ് പോയത്. എല്ലാത്തിനും സെപ്പറേറ്റ് ഫീസ് ഉണ്ട്, എൻട്രി ഫീസ് ഉണ്ട്. അതുപോലെ വണ്ടി എടുക്കണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ഫീസ് ആണ്. പിന്നെ ലയൺ സഫാരി ഉണ്ട്, ഡിയർ സഫാരി ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സൂവിന്റെ അകത്ത് ഇഷ്ടം പോലെ മാനുണ്ട്. അത് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക. നമ്മൾ കഫറ്റേരിയയുടെ അടുത്ത് നമ്മൾ ചുമ്മാ നടക്കുമ്പോൾ അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മുടെ അടുത്തൊക്കെ വരും. അതിനത്ര പേടിയൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ അതിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് ഡിയർ സഫാരി തനിയെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വലിയൊരു കൂടിന്റെ അകത്ത് മൈഗ്രേറ്ററി ബേർഡ്സിനെ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിൽ സർവൈവ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. കുറെ എണ്ണം ഉണ്ട് അതിന്റെ അകത്ത്. കുറച്ച് നല്ലപോലെ ഉയരത്തിൽ പറക്കാൻ പറ്റും, പക്ഷെ പുറത്തോട്ട് പോകാനൊന്നും പറ്റത്തില്ല. ഓൾമോസ്റ്റ് എല്ലാ ആനിമൽസും ഉണ്ട്. പാമ്പുണ്ട്, കുരങ്ങന്മാരുണ്ട്, കരടിയുണ്ട്, മുതലയുണ്ട്, മാനുണ്ട്, പിന്നെ സിംഹം, കരടി, ആന, പുലി ഇതെല്ലാം ഉണ്ട്. ഇവിടെ ജിറാഫ് ഉണ്ട്. അത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണോ തന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായി തോന്നിയത് ഇവിടുത്തെ വൈറ്റ് ടൈഗർ ആണ്. അതിനെ കാണാൻ തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇന്ത്യയിൽ തന്നെ ആകെ 100 എണ്ണമേ ഉള്ളൂ. പിന്നെ സിംഹം, കടുവയെല്ലാം ഒത്തിരി ദൂരത്തിലാണുള്ളത്. നമുക്കിങ്ങനെ നോക്കിയാൽ, വളരെ സൂക്ഷിച്ച് നോക്കിയാലേ അതിനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ വരുമ്പോൾ എപ്പോഴും രാവിലെ ഒരു 9-9:30 വരാൻ വേണ്ടി ശ്രമിക്കണം. എന്നാലേ തിരക്കില്ലാതെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇല്ല, ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തിരക്കാകും. ഞങ്ങളൊരു 9:45 വന്നത്. ഞങ്ങൾ കണ്ട് ഒരു 1.5 hours എടുത്ത് കാണും. കണ്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും നല്ല ക്രൗഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമയം അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വരണം. പിള്ളേരൊക്കെ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യും. 3.5 വയസ്സ് അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യുന്ന പ്രായമല്ല. ഒരു 5 വയസ്സൊക്കെ ആണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യും. പിന്നെ ഇതിന്റെ അകത്ത് പാർക്കൊക്കെ ഉണ്ട് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവരെ കൂട്ടിയിട്ട് വന്നാൽ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും.